എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുമ്പം ഇവിടെയുള്ള മാധ്യമങ്ങൾ, അതിനോടൊപ്പം കഴിഞ്ഞ കുറേ അധികം നാളുകൾ, ഏതാണ്ട് 25 വർഷത്തോളമായിട്ട് ടെലിവിഷനിലൂടെയും സിനിമയിലൂടെയും വേദിയിലൂടെയും എല്ലാം എന്നെ കാണുകയും കേൾക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മലയാളികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് പാലക്കാടുള്ള പ്രിയപ്പെട്ട ജനങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. തൃപ്പൂണിത്തുറയിൽ വന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് താമസിക്കുന്നു. ബാബുച്ചേട്ടൻ്റെ മണ്ഡലത്തിലാണ്. ബാബുച്ചേട്ടൻ്റെ വീട് ഇവിടെ തൊട്ടെടുക്കുകയാണ്. അയൽവക്കംകാരും കൂടെ ആയിട്ടാണ് ബാബുച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതെൻ്റെ ജന്മനാടായ, ഞാൻ പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. എൻ്റെ അമ്മയുടെ നാട് കുഴൽമന്നത്താണ്. പിന്നീട് വന്ന് അച്ഛന് വെള്ളൂർ പേപ്പർ കമ്പനിയിൽ ജോലിയായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതിനു മുമ്പ് അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ജോലി സംബന്ധമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നാട്ടിലേക്ക് തെരഞ്ഞെടുപ്പാർത്ഥം പോവുകയാണ്. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും എല്ലാം പ്രതീക്ഷിക്കുന്നു. ഇനി ചോദിക്കാം അല്ലേ? പിഷാരടി കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് ഇവിടെ തൃപ്പൂണിത്തുറ ഭാഗത്ത് താമസിക്കുന്ന ആളാണ്. കംഫർട്ടബിൾ ആയ സീറ്റ് തൃപ്പൂണിത്തുറ ആയിരുന്നില്ലേ? അങ്ങനെ ഓപ്ഷൻസ് മുന്നിലേക്ക് വന്നിട്ട് തെരഞ്ഞെടുത്താണോ അതല്ല പാർട്ടി തീരുമാനിച്ച് അങ്ങനെ വന്നതാണോ? അല്ല, ഞാൻ ഇതിനു മുമ്പ് ഉള്ള ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴും എല്ലാം എൻ്റെ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ തെരഞ്ഞെടുപ്പിനും പല സ്ഥലങ്ങളിലായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലം എൻ്റെ കംഫേർട്ടിനനുസരിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് നിൽക്കുക എന്നുള്ള കാര്യം തന്നെ വളരെ ശക്തമായി ആലോചിച്ചിരുന്നില്ല. ഞാൻ കഴിഞ്ഞ തവണ പേര് വന്നപ്പോഴും പറഞ്ഞത്, എന്നെ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും പരാതികളുള്ള ആളല്ല ഞാനെന്നും അതൊരു പ്രശ്നമല്ല എന്നുമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പാലക്കാടാണ് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ കംഫർട്ടുകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് പാലക്കാടേക്ക് ചെല്ലുന്നത്. അതായത് നേരത്തെ നിലവിൽ MLA-ക്കെതിരെ വലിയ വിവാദങ്ങളൊക്കെ വന്ന ശേഷം സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാകുന്നത്. അതിലേക്ക് ഏത് രീതിയിൽ അവിടെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കേണ്ടുന്നതായ ഒരു കാര്യമാണ്. വിവാദങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എല്ലാ കാലങ്ങളിലും എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അതവിടെ ചെന്ന് അവിടുത്തെ ജനങ്ങളുമായിട്ട് നേരിട്ട് കൺവേ ചെയ്യുക എന്നുള്ളതല്ലേ ഉള്ളൂ. എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനം അതിലൂന്നിയായിരിക്കും പ്രചാരണം? അല്ല, പ്രചരണം കൂടുതൽ ജനങ്ങളെ കാണുക, പരിചയപ്പെടുക, നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. പ്രചരണത്തിന് അങ്ങനെ പ്രത്യേക തന്ത്രങ്ങളൊന്നും പ്രയോഗിക്കുന്നതിനായിട്ടുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്കിനി വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. ഞാൻ ഇന്നയാളാണ് എന്ന് അവിടെയുള്ളവരോ മറ്റൊരു മലയാളിയോട് പോയി പറയേണ്ട ആവശ്യകതയില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു ഉപകാരമായി മാറുമെന്ന് വിചാരിക്കുന്ന കാര്യം. അപ്പോൾ ചെല്ലുക, എല്ലാവരോടും ആത്മാർത്ഥമായി വോട്ട് അന്വേഷിക്കുക. എനിക്ക് മുൻപ് ഇരുന്ന MLA-മാർ അത് ഷാഫി ഒരു വലിയ കാലഘട്ടം അവിടെ ഗംഭീരമായി നോക്കി നടത്തുകയും അവിടെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് വന്ന രാഹുലും ആ മേഖലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങളുടെ തുടർച്ച ഏറ്റവും ഭംഗിയായിട്ടുണ്ടാക്കുക, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു പരിധിവരെ പാലക്കാടുള്ള ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനുമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പിന്തുണച്ചു എന്ന് പറയുന്നത് വന്നൊരു ഹെഡിങ് മാത്രമാണ്. ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ രാഹുലിന് പ്രചരണത്തിന് പോയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, MLA സ്ഥാനം ഒരു കേസ് തെളിയുന്നത് വരെ, അന്ന് എന്നോട് ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല പോലീസിൽ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തയിലും വന്ന ആരോപണങ്ങൾ മാത്രം നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയി ഈ ചോദ്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. അന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു പരാതി വന്ന, അതായത് ആരോപണം വന്ന, പോലീസിൽ പരാതി ഇല്ലാത്ത സമയത്ത് തന്നെ പാർട്ടി അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായും പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് അഭിപ്രായമില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത്, പിന്തുണ എന്നുള്ള വാക്ക് വെച്ച് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തിൽ നിന്നും എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, പാലക്കാട് ഇപ്പോഴത്തെ MLA, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, പോലീസിലുള്ള പരാതികൾ, അദ്ദേഹത്തിനെതിരെ കേസുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയിലിരിക്കുകയാണ്. കോടതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അദ്ദേഹം തെറ്റുകാരനാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധി വരും. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യവും അദ്ദേഹം അതിൻ്റെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അദ്ദേഹം അനുഭവിക്കുക എന്നുള്ളൂ. എന്നാൽ
അവിടെ എല്ലാ പഞ്ചായത്തിലും ഒരു ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിരുന്നുള്ളൊരു പദ്ധതി കൊണ്ടുവന്നു. 1.5 വർഷം കൊണ്ട് ഏകദേശം 13 വീടുകൾ രാഹുൽ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ബാക്കി ഒരു 8-10 വീടുകളുടെ പദ്ധതി പകുതിക്ക് നിൽക്കുകയാണ്. ആ പദ്ധതികളിൽ ഞാൻ പിന്താങ്ങുന്നില്ല, അല്ലെങ്കിൽ ഞാനിതിനെതിരാണെന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല. അതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, എല്ലാ സ്ഥലങ്ങളിലും നല്ലതും ചീത്തയും ഉണ്ടല്ലോ, അതിൽ നല്ലത് എന്തെല്ലാം ഉണ്ടോ ആ നല്ലതെല്ലാം ഏറ്റെടുക്കുകയും ആ നല്ല കാര്യങ്ങളെല്ലാം പിന്തുണയ്ക്കുകയും മുന്നിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയില്ലല്ലോ ബാക്കി കാര്യങ്ങൾ. അല്ല, ഞാൻ നിങ്ങളെ പറ്റിയോ എന്നെ പറ്റിയോ നമ്മൾ കേൾക്കുന്ന ഓഡിയോ വെച്ചോ വാർത്തകളോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ കോടതിയിൽ എത്തിയ ഒരു കാര്യത്തിൽ പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ കാര്യങ്ങൾ. ഞാൻ അവിടെ ഇപ്പോഴത്തെ MLA എന്നുള്ള സ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. എന്നെയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്, ഞാനാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോഴത്തെ MLA ആണ്. അവിടുത്തെ ഇപ്പോഴും ഇന്നലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെയും അവിടുത്തെ MLA ആണ്. അതിന്റെ ബാധ്യതയുടെ പ്രശ്നമല്ല, അദ്ദേഹമാണ് അവിടുത്തെ MLA. ഞാൻ പറഞ്ഞതുപോലെ ചില നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുകയും മുന്നിലേക്ക് പോവുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. അതെല്ലാം പാർട്ടി നേതൃത്വവും പാർട്ടിക്കാരും തീരുമാനിക്കുന്നതനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടുന്ന് ഇന്ന് പാലക്കാടേക്ക് എത്തുന്നതേ ഉള്ളൂ. അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ വന്നാൽ തിടുക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് നേതൃത്വത്തിനാണ്. അവർ അതിന് അനുകൂലമായ അല്ലെങ്കിൽ ഒരു ജനങ്ങൾ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതത്തിന് മാനിച്ചുകൊണ്ട് പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന തീരുമാനമാണ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത് ചെയ്തു. അത് മറ്റൊരു പാർട്ടികളും എൻ്റെ അറിവിൽ ഇങ്ങനെ, അതായത് പോലീസിൽ പരാതി എത്തുന്നതിന് മുമ്പ്, പോലീസിലെത്തിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. പോലീസിലെത്തുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുക്കുകയും പൂർണ്ണമായും എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും മാറ്റുകയും ചെയ്തിട്ടുള്ളതാണല്ലോ. ഇത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പം ഈ അതായത് ഏതാണ്ട് 3ാമത്തെ ചോദ്യമായിട്ട് തന്നെ വന്നൊരു കാര്യമെന്നുള്ള നിലയിൽ ഇങ്ങനെ ഞാനത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളുടെ വിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം അതെന്താണോ വരുന്നത് അത് അദ്ദേഹം അനുഭവിക്കുക. അദ്ദേഹം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുക്കുകയും അത് തുടർന്നു പോവുകയും എന്നാൽ കഴിയുന്ന ഇനി ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ ആ നല്ല കാര്യങ്ങളെല്ലാം ഞാൻ തുടരുക, പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. അത് രാഹുൽ എന്നല്ല, ഷാഫി തുടങ്ങി വെച്ച കാലം തൊട്ടാണ് പറയുന്നത്. ഒരു 15 വർഷമായിട്ട് ഇതിന്റെ തുടർച്ചയാണല്ലോ അത്. ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകയും നടത്തുക എന്നുള്ളതായിരിക്കും എന്റെ ലക്ഷ്യം. BJPയുടെ ഒരു സമന്വിതമായ നേതാവാണ് വരുന്നത്. ഞാൻ എതിർപക്ഷം എന്ന വാക്ക് ഒരു പാർട്ടിയെ പറ്റിയും പറയുന്നില്ല, മറ്റൊരു പക്ഷം എന്ന വാക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊരു പക്ഷത്തുള്ള സ്ഥാനാർത്ഥികളെ ഞാനുമായിട്ടുള്ള ഒരു ഓട്ട മത്സരമൊന്നുമല്ല ഇത്. അവർ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്താണ്, അവരുടെ ആശയധാര എന്താണ്, കോൺഗ്രസ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്താണ് എന്നുള്ള ഒരു ആശയങ്ങളുടെ പോരാട്ടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ആ പാലക്കാടുള്ള ഒരു മതനിരപേക്ഷ ജനാധിപത്യ ബോധ്യമുള്ള ആളുകൾ ഉറപ്പായിട്ടും അതിന് തന്നെ മുൻകൈ എടുത്തുകൊണ്ട്, പലപ്പോഴും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പോലെയൊന്നുമില്ല. നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു 5 കിലോമീറ്റർ ഇടത്തോട്ടും വലത്തോട്ടും കടന്നാൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും നമുക്ക് പരിചയമുള്ളവരുമൊക്കെയാണ് എന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു നിലപാടായിരിക്കും ജനങ്ങൾ എടുക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, അതിനെക്കുറിച്ച് അത്ര വലിയ ആശങ്കകളില്ല. അവിടുത്തെ മുഖ്യ ഒപ്പം മത്സരിക്കുന്നതിലെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് BJP ആണ്. BJP ആയിട്ടാണ് ഡയറക്റ്റ് മത്സരം നടക്കുന്നത്. അത് തന്നെ സാങ്കല്പികം. ശരിയാണല്ലോ. ഞാൻ ഇതിനു മുമ്പും രാഷ്ട്രീയത്തിലുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ തന്നെ തുടർന്ന് പോകാമെന്ന് ചോദിക്കാൻ ഞാൻ ഇതിനു മുമ്പ് ഇല്ലാത്തതുപോലെയല്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതല്ല, ജയിക്കുന്നതിന് മുമ്പും സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് മുമ്പും എല്ലാം രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുള്ള ആൾ തന്നെയാണ്.
അല്ല, പാലക്കാട് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നമ്മൾ ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വികസനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പാർട്ടികളും എല്ലാ കാലത്തും പറയുകയും നമ്മുടെ ഒരു കർത്തവ്യമായിട്ടുള്ളൊരു കാര്യവുമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു നല്ല വികസനം, നമ്മളുടെ കടൽത്തീരം മുഴുവൻ നല്ല ബെഞ്ചൊക്കെ ഒരുക്കി കല്ലിട്ടു. നമ്മൾ ചെന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് മകൻ അമ്മയെ കൊന്നു കുഴിച്ചിട്ടു എന്നുള്ള വാർത്ത കേട്ടിട്ടും അമ്മായിയമ്മ മരുമോളെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു സന്തോഷത്തിൻ്റെ പ്രശ്നമുണ്ട്. മനുഷ്യനാണല്ലോ മാനദണ്ഡം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ക്രൈമുകൾ, ലഹരിയുടെ ഒരു ആധിക്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പലപ്പോഴും എല്ലാവരും വികസനത്തെപ്പറ്റി സംസാരിക്കൂ, വികസനത്തെപ്പറ്റി പറയൂ എന്ന് പറയുന്നുണ്ട്. വികസനത്തെക്കുറിച്ച് ഓഫ്കോഴ്സ് പറയണം. എല്ലാ കാലത്തും രാജ്യം മുന്നിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. എല്ലാ കാര്യത്തും എല്ലാ പാർട്ടികളും വികസനം എന്ന കാര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്.